ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ എപ്പോഴും കാണുന്ന പോലെ തന്നെ S25 അൾട്രനെ പറ്റി പറയാൻ വേണ്ടിയിട്ടല്ല. ഈ തവണ ചെറിയൊരു വ്യത്യാസമുണ്ട്. വേറൊന്നുമല്ല, സാംസങ് C Fold 7 അതിൻ്റെ ലോഞ്ചിന് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നേരെ ഡൽഹിയിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. സോ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്. അപ്പം നേരെ നമുക്ക് വ്ളോഗിലേക്ക് പോവാം. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ഉറക്കം കളഞ്ഞ ഇവൻ്റാണ് ഗൈസ്. വേറെ ഒന്നുമല്ല ഗൈസ്, എനിക്ക് വെളുപ്പിന് 5:30 ഫ്ലൈറ്റ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂർ മുമ്പ് ഇവിടെ എത്തേണ്ടത് കൊണ്ട് ഞാൻ 2:30 ഇറങ്ങേണ്ടി വന്നു. സോ എൻ്റെ സ്ലീപ്പ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാത്രിയിലെ വിഷ്വൽസ് ഒരുപാട് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ലായിരുന്നു. ചെക്കിങ്ങിനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഫ്ലൈറ്റ് കയറിയിട്ടാണ് ഞാൻ പിന്നെ ക്യാമറയെ തുടർന്നത് തന്നെ. ശരിക്കും പറയുകയാണെങ്കിൽ വെളുപ്പാങ്കാലത്ത് ഫ്ലൈറ്റിൽ പോകുന്നത് കിടിലനാണ് ഗൈസ്. 6 മണി കഴിഞ്ഞിട്ടുള്ള ആ ഒരു വിഷ്വൽ എൻ്റെ പൊന്നു കിടിലനായിരുന്നു ഗൈസ്. ആകെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങിയിട്ടില്ല ഇതുവരെ. രാവിലെ 3 മണിക്കൊക്കെ 3 അല്ലെങ്കിൽ 4 മണിക്ക് ആകുമ്പോഴത്തേനും ഉറങ്ങുന്നതാണ് ഡെയിലി. ഇന്നാണെങ്കിൽ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എന്താവും എന്തോന്ന് അറിയത്തില്ല. ഇന്നലെ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ആകെ കിട്ടുന്ന ടൈമും കൊണ്ട് അവിടെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം. ഒരു 3 മണിക്കൂർ ഉറങ്ങാൻ പറ്റിയ അത്ര നല്ലതല്ലേ. എന്താണ് കേട്ടോ നമ്മുടെ ഡൽഹി എയർപോർട്ട്. ബാഗ് തപ്പി വന്നതാണേ. ബെൽറ്റ് 1 വന്നിട്ടുണ്ട്. എൻ്റെ ബാഗ് എവിടെയാണ് എന്തോ ദൈവത്തിനറിയാം. ഒന്നാ മതിയായിരുന്നു പെട്ടെന്ന്. ഏതെങ്കിലും എടുത്തോണ്ട് ഓടിയാലോ വേണ്ടല്ലേ. ഇനിയും ലേറ്റായി കഴിഞ്ഞാൽ ഉറങ്ങാൻ കിട്ടുന്ന സമയം കുറയും. ഇപ്പോഴെങ്ങാനും കിട്ടുമോ എന്തോ ദൈവത്തമ്പുരാനറിയാം. ഇതെന്തുവാടെ ഇത്, ഇത്ര ആൾക്കാരുണ്ടായിരുന്നു ഇതിനകത്ത്. നമ്മുടെ ബാഗ് എത്തിയേ. അവിടെ 10-24 ദിവസം വേണ്ടി വന്നു. എന്തൊരു തേങ്ങളത്. അവിടെ മൊത്തം നനഞ്ഞ് പണ്ടാരം അടങ്ങിയേ. എന്തൊരു നാശമാണോ എന്തോ. അപ്പം 2 മിനിറ്റ് ഇവിടെ ഇരുന്ന് വായി നോക്കാം. വായി നോക്കാനെന്ത് ചൂടെടുക്കുന്നു. മഴ പെയ്യുന്നുണ്ട്, പക്ഷെ ചൂടെടുക്കുന്നു. എന്താ AC കത്തുനിന്ന് ഇറങ്ങിക്കൊണ്ടായിരിക്കും. ഹോട്ടലിൽ എത്തിയപ്പോൾ ഇതാ നിൽക്കുന്ന ക്ലാപ്പൻ. ഇത് കണ്ടോ നിങ്ങൾ? നമുക്ക് ഒരു ചാക്ക് പോടാ. നിന്റെ കോൺട്രാക്റ്റും മേടിച്ചിട്ട് പറഞ്ഞ് വീട്ടിൽ വിടും. ഇത്ര സാധനങ്ങൾ കണ്ടോ? ആർക്കെങ്കിലും വേണമെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ വന്ന് നമുക്ക് ഗേബറിനുള്ള ടാഗൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂം കിട്ടിയിട്ടില്ല. റൂം കിട്ടിയിട്ട് വേണം ഒന്ന് കയറി 2 മണിക്കൂർ. നിങ്ങൾ ഉറങ്ങണ്ടേ? ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ റൂം ഇപ്പോൾ തരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇനി ഒരു 5 മിനിറ്റോടെ. ഇപ്പം സമയം 9:20 നമുക്ക് ഉച്ചയ്ക്കാണ് പരിപാടി. അതിന് മുമ്പ് ഇന്ന് 2 മണിക്കൂറെങ്കിലും ഒന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഗൈസ്, ഇത് നമ്മുടെ സാംസങ്ങിൻ്റെ സ്റ്റുഡിയോ പോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കാണ്. ഇവിടെ പല സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അതെ, ഞാനിട്ട റീലില്ലേ, അതൊക്കെ അതെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സെറ്റപ്പായിട്ടല്ലേ വെച്ചേക്കുന്നത്. ഒരു ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ്. അതുപോലെ തന്നെ വേറെ ഉണ്ട് കുറേ, കാണിച്ചു തരാം. ഇതേ ഇവിടെ ഉണ്ട് ഫോട്ടോ ബൂത്ത് പോലെ ഒരെണ്ണം. ഇതേ ഇവിടെ മറ്റേ ലൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്ന രീതിയിൽ ഒരെണ്ണമുണ്ട്. പിന്നെ ഇവിടെയും ചെറിയൊരു ലൈറ്റ് സെറ്റപ്പിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടേ. ഇവിടെ എല്ലാവരും ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കും. ഇവിടെ മറ്റേ DJ ഡിസ്കോ. ഓ കമോൺ. എന്തറി ഓക്കെ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പിണഞ്ഞ് വീഴും. റൂമിലൊന്ന് ജസ്റ്റ് പോയിട്ട് 2 മിനിറ്റ് ഉറങ്ങണം. ഞാൻ റൂമിലേക്ക് പോവാണ് ഗൈസ്. കാട് കൊടുത്തിട്ടുണ്ട്. കണ്ണാപ്പി ഞാൻ തുറക്കാൻ പോവാണ്. തിറക്കങ്ങോട്ട്. അയ്യോ വയ്യ എനിക്ക്. യെസ് ബ്രോ, വാട്ട്സ് അപ്പ് ബ്രോ? എൻ്റെ പൊന്നേ വയ്യ. 607 ഹലോ
ഇത് വേറെ ഒന്നുമല്ല ഗൈസ്, നമുക്ക് കീ മാറിപ്പോയതാണ്. നമ്മുടെ റൂം ഇതല്ലായിരുന്നു, വേറെ റൂമായിരുന്നു. സോ നിങ്ങളിപ്പോൾ പകുതി വെച്ച് വീഡിയോ കട്ടായി കണ്ടിട്ടില്ലേ? വേറെ ഒന്നുമല്ല, ഉറക്കം വന്നിട്ട് ഭ്രാന്ത് പിടിച്ചു. സത്യം പറഞ്ഞാൽ ഉറക്കം വന്നിട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് റൂം എങ്ങനെ പൊളിച്ച് കയറിയിട്ട് 1 മണിക്കൂർ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ എഴുന്നേറ്റതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കണ്ണാപ്പി അവിടെ ഇരുന്ന് വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അപ്പോൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് താഴോട്ട് പോകണം. കഴിച്ച് ഒരുപാട് കണ്ടന്റ് ഇട്ട് വെറുപ്പിക്കുന്നില്ല. ഇത് ചെറിയൊരു വ്ളോഗ് തന്നെ ആയിരിക്കും. ഇവിടെയാണ് ബൊഫേ, കുറേ സാധനങ്ങളുണ്ട്. എന്തൊക്കെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഞ്ച ഖീമ, പനീർ ലബ്ദ, രാജ്മ റസീല, എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഗൈസ്. സോ ഇനി കുറച്ച് നേരം കഴിക്കട്ടെ, സമയമില്ല. ഇപ്പോൾ കഴിച്ചിട്ട് വേണം ബാക്കി ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കഴിച്ചിട്ട് എടുക്കാം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂർണമെൻറ്റാണ്. നമ്മളാദ്യം രാവിലെ വന്ന ഉടനെ ഫോണൊക്കെ ഒന്ന് കണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂർണമെൻറ്റ് പരിപാടിയാണ്. പബ്ജി കളിക്കേണ്ടി വരും. ഒരു സ്റ്റേജിലാണ്, ഓൺ സ്റ്റേജ് പബ്ജി കളിക്കേണ്ടി വരും. അതിനായിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട്, ഇതേ കണ്ണാപ്പിയും ഉണ്ട് കൂടെ. പബ്ജി പുള്ളി കടയിലായിരുന്നു കേട്ടാ. ഇതൊന്ന് തിരിച്ച് ജിമ്മൻ കടയിൽ കയറിയവരുണ്ട്. എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. ഇത് കണ്ടോ, ഞാൻ നാട്ടെ നമ്മുടെ സാർ വരൂ, സാംസങ് ഫോൺ വേണോ? കുറേലുണ്ട്. ഇനി പൊറോഷൻ കാണിച്ചടാ. പൊറോഷൻ പ്ലേ ഗാലക്സി വേണ്ടോ, സി ഫോൾഡ് എഡീഷൻ. ഇനിയിപ്പം പബ്ജി ഞാൻ പബ്ജി എടുത്തിട്ട് ഓൾമോസ്റ്റ് 4 വർഷമായിട്ടുണ്ട്. ഇന്നാണ് പിന്നെ ഞാൻ കളിക്കാൻ പോകുന്നത്. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പണാക്കി നോക്കിയിട്ടേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഇല്ല എന്ന് നമുക്ക് നോക്കി അറിയാം ഗൈസ്. ഇവിടെ എല്ലാവരോടും കൂടി നിൽക്കുകയാണ്. ക്രിയേറ്റേഴ്സാണ്, എല്ലാവരും ഗെയിമേഴ്സാണ്. നമ്മളെല്ലാവരോടും ഇപ്പോൾ ഇനി നേരെ അകത്തോട്ട് കയറാൻ പോവാണ്. കണ്ണാപ്പി ജയിക്കോടാ. പിന്നെ എൻ്റെ ടീമാണ് ജയിക്കുന്നത്. 50 കണ്ണാപ്പി എന്നൊക്കെ വിളിച്ചു പറയാം അവിടെ കിടന്ന്. നമുക്ക് ആര് ജയിക്കും? നമുക്ക് പഴയ ഒരു പുലിയാണ് നമ്മൾ കേട്ടാ. അത് 4 വർഷം മുമ്പേ ഗെയിമൊക്കെ മാറി. ഇപ്പോൾ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ ഫീച്ചറൊക്കെ ഉണ്ട് അതിൽ. വാളൊക്കെ വെച്ച് വെട്ടിയോ കൊല്ലുകയൊക്കെ ചെയ്യാം. இதுக்கு முன்னாடி என்ன பண்ணிட்டு இருந்தேன் தெரியுமா? ഇല്ല ദൈവത്തിന് അറിയാം എന്താവുമെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴും ഇതിനകത്ത് ഈ ബാക്കിൽ നിൽക്കുന്നതിനകത്ത് ആരാണ് ഞങ്ങളുടെ ടീംമേറ്റ്സ് എന്ന് ഇതുവരെ അറിയത്തില്ല. നിനക്കറിയാവോ? പിന്നെ ആരാ? അങ്ങനെ എൻ്റെ ടീമിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് ഗൈസ്. ദേ ഇവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ബാക്കിലുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ടീം. എന്താവുമെന്ന് അറിയത്തില്ല. നമുക്ക് കളിച്ചു നോക്കാം, എന്നിട്ട് ബാക്കി കാണാം. ഫസ്റ്റ് മാച്ച് കഴിഞ്ഞപ്പോൾ ഒരു കില്ല് കിട്ടി. വേറെ ആർക്കൊന്നും കിട്ടിയില്ല. എങ്ങനെയോ ഞാനൊരു കില്ല് ഒപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ മാച്ച് കഴിഞ്ഞു. ഒരു കില്ല് പോലും എടുക്കാതെ തോറ്റു. അടുത്ത 3ാമത്തെ മാച്ചിലേക്ക് പോവുകയാണ്. അങ്ങനെ 3 മാച്ച് കഴിഞ്ഞു. 3 മാച്ചിലും തോറ്റു തുന്നമ്പാടിയുണ്ട്. നാണം കെട്ട് മുണ്ട് പൊക്കി ഓടാൻ പോവാണ്. ഇപ്പം ഇനി നമ്മുടെ നോർത്തിലെ വലിയ സ്ട്രീമേഴ്സില്ലേ, അവരുടെയൊക്കെ ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. സോ അവരുമായിട്ട് നമ്മൾ ഇന്നത്തെ ടൂർണമെൻറ്റും പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കണ്ണാപ്പി എന്തോ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കുറേ നേരമായി. പക്ഷേ വില്ലവറോ എൻ്റെ കയ്യിൽ നിന്നാണ് ഒരു മാച്ച് MVP പോയത്. നിന്റെ കയ്യിൽ നിന്നാ? 3ാമത്തെ സാനോക്ക് മാച്ചില്ലേ, 3 കില്ല് എടുത്ത് ഞാൻ. പോടാ. എന്നിട്ട് ഒരു 1v4 എടുത്ത് ഞാൻ. 1v3 എടുത്ത് 1v3 എടുത്ത് കാര്യമായിട്ട് പറഞ്ഞ ക്ലിപ്പുണ്ട്. 1v3 എടുത്ത് 1v3 എടുത്തിട്ട് 4ാമത്തെ ആൾ മറ്റേ DBS കൊണ്ട് തന്നെ അടിച്ചെടുത്ത്. എൻ്റെ ടീമിലാണെങ്കിൽ മറ്റേ 2 ഫ്രീ ഫയർ പ്ലെയർ ആയി. എൻ്റെ ടീമിൽ ഫുള്ള് ഫ്രീ ഫയർ പ്ലെയർ. ഇങ്ങോട്ട് ഇവിടെ ഞാൻ കിടന്ന് വിളിയോട് വിളി, ഇങ്ങോട്ട് വാന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്ന ടീംസ്. സോ അപ്പം ഇനി കുറച്ചുള്ള ചിലപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുള്ളതായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ നാളെ ആയിരിക്കും കേട്ടോ. ഒന്നും അറിയത്തില്ല എന്താ അവസ്ഥയെന്ന്. തീരെ ടയേർഡാണ്, ഉറങ്ങിയിട്ടില്ല, ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുകയാണ് ഗൈസ്. സോ ഇനി ബാക്കി പിന്നീട് കാണാം. അപ്പോൾ അടുത്ത ദിവസമായിരിക്കുകയാണ്. ഞങ്ങൾ നേരെ
പുതിയൊരു ഡേ, നല്ലൊരു ഡേ ആവട്ടെ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് താഴോട്ട്. നമുക്ക് പോയി നോക്കട്ടെ, ആദ്യം ഉണ്ടോയെന്ന് അറിയട്ടെ. ഫുഡ് ഉണ്ടോയെന്ന് അറിയത്തില്ല, പിന്നെ ഉണ്ടോ ഇത്രയും വലിയ നല്ല ഹോട്ടലിൽ ഫുഡ് ഇല്ലാണ്ടിരിക്കും പോടാ. സോ നമ്മൾ എത്താറായി കേട്ടോ. കുറേ നടന്ന് കണ്ടുപിടിച്ചതാണ്. കഴിക്കാൻ എന്തൊക്കെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. എന്താണിത്? ഇവിടെ ഓട്സ് അല്ലേ ഇത്? ആന്ന് ഓട്സ് മീൽ കഴിച്ചു. ഞങ്ങൾ ഇത് എല്ലാം എടുത്ത് ഇനി പ്ലേറ്റിൽ വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇവിടെ ഇരിക്കുന്നത് വെച്ചിട്ടുള്ള നല്ല ഐറ്റംസ് എല്ലാം ഞാൻ സെലക്ട് നോക്കി എടുത്തിട്ടുണ്ട്. എടാ നീ എന്തൊക്കെയാണ് എടുത്തേ? ബീഫ് ബ്രൂക്കറ്റ്, ചിക്കൻ സോസേജ്, എഗ് ഫ്രിഗാറ്റോ, എൽഗട്ടോയോ? എൽഗറ്റ് അല്ല ഫ്രിഗാറ്റോ, പോർക്ക് സോസേജ്, വെറൈറ്റി. ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ശുഭം. ഹായ് ബ്രോ. സോ ഒരുപാട് സമയം കളയുന്നില്ല, ഇത് കഴിച്ചിട്ട് വേണം ഇനി കുളിച്ച് റെഡിയായി എയർപോർട്ടിൽ പോകാൻ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്ന് കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ ഇറങ്ങാനായിട്ട് ടൈം ആയിട്ടുണ്ട്. കണ്ണാപ്പിക്ക് ഓൾറെഡി പോയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഫ്ലൈറ്റ് 2 മണിക്കാണ്, ഞാൻ ഇറങ്ങാൻ പോവാണ്. സോ നിങ്ങൾക്ക് ഈ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് തരാം കേട്ടോ. പിന്നെ അതാണ് കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് വെളിയിലോട്ട് നോക്കുമ്പോഴുള്ള സീന്. കൊള്ളാമല്ലേ, സെറ്റാണ്. നമുക്ക് ചെറിയ മഴയുണ്ട് വെളിയിൽ. ഓക്കെ, സെറ്റ്. അപ്പം ഗൈസ്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. അപ്പം നമുക്ക് അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.